ഹലോ ഗുഡ് മോർണിംഗ്. ദാ നമ്മുടെ ശമ്പൂട്ടിൽ നിന്ന് സ്കൂളിൽ പോകുന്ന രംഗമാണ് കേട്ടോ കാണുന്നത്. ഇന്ന് ശനിയാഴ്ചയാണ്. പൊതുവെ അവർക്ക് ശനിയാഴ്ച ക്ലാസ് ഇല്ല. ഇന്ന് എക്സിബിഷൻ ആണല്ലോ, അപ്പം നമ്മളും പോകണമല്ലോ. അപ്പോൾ ശമ്പൂട്ടൻ രാവിലെ 7 മണിക്ക് ഇത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഞാനൊരു 8:30 ആകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. പക്ഷേ 7:30 തൊട്ട് 10:30 വരെയാണ് ശമ്പൂട്ടൻ്റെ സ്ലോട്ട് ഉള്ളത്. അപ്പോൾ അവർ പ്രസൻറ്റ് ചെയ്യേണ്ട സമയമാണല്ലോ. പക്ഷേ എനിക്ക് കുഞ്ഞ് പോയി കഴിഞ്ഞിട്ടാണ് ഇന്നൊന്ന് ഫ്രഷ് ആകാൻ പറ്റിയത്. അപ്പം ഞാൻ കരുതി ലേറ്റായിട്ട് പോകാമെന്ന്. അപ്പം ഒരു വഴിക്ക് പോകുമ്പം ആ വഴിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കാര്യങ്ങളും ഫയലും കാര്യങ്ങളെല്ലാം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇതാ എൻ്റെ ക്യാമറയിൽ മഞ്ഞ് മൂടും മന്ദാരം പോലെ ഇടയ്ക്കൊരു മഞ്ഞടിച്ച് വരും. അതുകൊണ്ട് ക്യാമറയുടെ കുഴപ്പമാണ്, ഫോണിൻ്റെ കുഴപ്പമാണ്. അത് ഒരു 10 മിനിറ്റ് ഇപ്പം ശരിയാവും, ഒരു 5 സെക്കൻഡ്. അപ്പം ഞാൻ എന്താ വീട്ടിലെ ലൈറ്റും ഫാനും എല്ലാം ഓഫ് ചെയ്തു. മുട്ടയുടെ ട്രേ കൊണ്ടുവന്ന കണ്ടില്ലേ, ഈ മുട്ടയുടെ ട്രേ അവിടെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അത് ഫില്ല് ചെയ്ത് നമുക്ക് തിരിച്ചു തരും. പക്ഷേ പുള്ളിക്കാരനിങ്ങനെ തിരിച്ച് കൊണ്ട് തരാമോ എന്നിങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ വഴിക്ക് പോകുമ്പോൾ എടുക്കുന്നത്. അല്ലാതെ നമുക്ക് പ്ലാസ്റ്റിക് ട്രേ ഉണ്ട് കേട്ടോ മുട്ട വെക്കാനായിട്ട്. പിന്നെ എവിടെ പോകുമ്പോഴും എനിക്ക് ചെരുപ്പ് തുടച്ചിട്ട് പോകണം എന്നുള്ളൊരു സ്വഭാവമുണ്ട്. മോശമാണോ നല്ലതാണെന്ന് അറിയില്ല. അപ്പം ഞാൻ എന്തായാലും ചെരുപ്പൊക്കെ തുടച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ മുട്ടയുടെ ട്രേ ഉണ്ട്, കയ്യിലൊരു ഫയലുണ്ട്, കുറച്ച് തുണിയുണ്ട്, എന്തെല്ലാമൊക്കെയോ സാധനമുണ്ട്. എവിടേക്കോ എന്തൊക്കെയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. എന്തായാലും നമുക്ക് പോവാം. പിന്നെ വണ്ടിയുടെ കാര്യം അറിയാമല്ലോ, നമ്മൾ ഡെയിലി ഒന്നും പോകുന്നില്ല. എന്നാലും നമുക്ക് വണ്ടി ഇങ്ങോട്ടേക്ക് ആൻഡമാനിലേക്ക് കൊണ്ടുവന്നത് ഭയങ്കര ഒരു ഉപകാരമായിപ്പോയി. കാരണം പ്രജി ഇല്ലാത്ത സമയങ്ങളിൽ ഡ്രൈവിംഗ് പഠിച്ചതും എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു കേട്ടോ. കാരണം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മാക്സിമം എന്ന് വെച്ചുകൊണ്ട് ഇവിടെ ആരും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നില്ല എന്നൊന്നും അല്ല. എനിക്കിപ്പോൾ ഇവിടെ ഉള്ളത് 2 ഫാമിലിയാണ്. ഒന്ന് സ്വപ്നേച്ചിയുടെ ഫാമിലിയും ഒന്ന് അരുണിമയുടെ ഫാമിലിയും. അവർ രണ്ടുപേരുമാണ് കൂടുതൽ എന്നോട് പറയുന്നത്. പിന്നെ സജിനൊക്കെ ഉണ്ട്, അവർ പുറത്താണ്. അപ്പം എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാൽ ഇവരോടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് അത്രയ്ക്കും ആവശ്യമുള്ള കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ, അവരോട് പറയുള്ളൂ. മാക്സിമം ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾക്ക് പോകാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് വണ്ടി ഉള്ളത് കൊണ്ടല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആകുമ്പോൾ വണ്ടി കൊണ്ടുവരണ്ട എന്നൊരു പ്ലാനിങ്ങിൽ തന്നെ ആയിരുന്നു. പക്ഷേ പിന്നെ ഒരു 2 വീലർ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് നമ്മളിത് കൊണ്ടുവന്ന സമയത്തിന് വേണമെങ്കിൽ ഒരു 2 വീലറൊക്കെ മേടിക്കാമായിരുന്നു ഇങ്ങോട്ട് കൊണ്ടുവന്ന പൈസയ്ക്ക്. പക്ഷേ എന്തോ ഇപ്പോൾ ഏതായാലും നന്നായിട്ട് തോന്നുന്നു. കാരണം ഇവിടുത്തെ മഴയുടെ സ്വഭാവം വെച്ചിട്ട് 2 വീലർ ആണെങ്കിലും ഒരു കാര്യം നടക്കില്ലല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇരിക്കട്ടെ. നമ്മൾ നമ്മുടെ ശമ്പൂട്ടൻ്റെ സ്കൂളിൽ എക്സിബിഷന് വന്നിരിക്കുകയാണ്. ശമ്പൂട്ടൻ്റെ സ്കൂളിലല്ല, അവരുടെ കുറച്ച് വലിയ സ്കൂളിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാ ഓരോ കുഞ്ഞുങ്ങളുടെ ഇത് ക്ലാസ് വൈസ് അല്ല വെക്കുന്നത്. ഇത് എന്താണോ സബ്ജക്റ്റ് അതിൻ്റെ ഒരു ടോപ്പിക് വൈസ് ആണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമുക്ക് പേരൻസിനെ ഇന്ന് പോയിട്ട്, പൊതുവേ ഇവരുടെ പരിപാടികൾക്കൊന്നും നമുക്ക് പേരൻസിന് ഒരു പെർമിഷൻ തരുന്നതല്ല. ഇതിങ്ങനെ വെച്ചത് കൊണ്ട് പാർട്ടിസിപ്പൻസ് അല്ലാത്ത സ്റ്റുഡൻസിനും പേരൻസിനും എല്ലാം വന്ന് കാണാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ മെയിനായിട്ട് പോയത് എന്താണെന്ന് അറിയാമോ, ഇനി ശമ്പൂട്ടൻ 1-ാം ക്ലാസ്സിലല്ല ആയുള്ളൂ. ഇനി അങ്ങോട്ട് വരുന്ന വർഷങ്ങളിൽ ഇതുപോലെ കുറേ പരിപാടി ഉണ്ടാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണമല്ലോ നമ്മൾ ഏത് ലെവലിലേക്കാണ് പോകേണ്ടതെന്ന്. കാരണം ഈ പ്രാവശ്യം എനിക്കൊരു ഐഡിയയെ ഉണ്ടായിരുന്നില്ല. അവരെന്നോട് പറഞ്ഞു ജസ്റ്റ് ഒരു ചാർട്ട് പേപ്പറിൽ എഴുതി കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെന്തായാലും ഉണ്ടാക്കിയ മോഡൽ കണ്ടായിരുന്നല്ലോ അല്ലേ, നമ്മുടെ നേരത്തെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇതിപ്പോൾ കുറച്ച് വലിയ കുട്ടികളാക്കിയതാണ്, 1-ാം ക്ലാസ്സിലെ കുട്ടികളല്ല, കുറച്ച് വലിയ കുട്ടികൾ, ഒരു 5, 4, 3 അങ്ങനെയുള്ള കുട്ടികളൊക്കെ ആക്കിയതാണ് കേട്ടോ. അപ്പോൾ പേരൻസിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെ, പിന്നെ കടയിൽ നിന്നൊക്കെ മേടിച്ച് വെച്ചതൊക്കെ ഉണ്ട്. പക്ഷേ മാക്സിമം തെർമോക്കോൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ മോഡൽസ് മേടിക്കുകയാണെങ്കിൽ എന്തായാലും തെർമോക്കോൾ മോഡൽസിലെ കിട്ടുക. പക്ഷേ തെർമോക്കോൾ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് പല തരത്തിലുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പായ മേടിച്ച് പെയിൻറ്റ് ചെയ്തിരിക്കുന്നു. കാർഡ്ബോർഡ് കൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ മൊത്തത്തിൽ കുഞ്ഞുങ്ങൾ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ഇതിനകത്ത് ഉണ്ടായിരിക്കുമല്ലോ, അവരുടെ ഒരു പ്രയത്നം കൂടി ഇതിനകത്ത് കാണുമല്ലോ. ഇതൊക്കെ അത്യാവശ്യം വലിയ കുഞ്ഞുങ്ങൾ ചെയ്തതാണ്. ഈ പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഒരു 10-ാം ക്ലാസ് 9-ാം ക്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾ ചെയ്തതാണ്. അപ്പോൾ ആർട്ട് എന്നൊരു സെക്ഷൻ അങ്ങനെ തന്നെയുണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രാഫ്റ്റിന് വേറെ സെക്ഷൻ അങ്ങനെയുണ്ട്. പിന്നെ സയൻസിന് വേറെ ഉണ്ട്, ഇംഗ്ലീഷിന് വേറെ ഉണ്ട്, മാത്സിന് വേറെ ഉണ്ട്, മെഡിക്കലിന് വേറെ ഉണ്ട്. അങ്ങനെ പല തരത്തിലെ സെക്ഷനായിട്ട് തിരിച്ചിരിക്കുകയാണ്. നമുക്കിതൊക്കെ കാണുമ്പം ശരിക്കും അത്ഭുതം വരും. കാരണം നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കണം എക്സിബിഷന്. പക്ഷെ നമ്മുടെ സ്കൂളിൽ ഇതൊന്നും ഓർഗനൈസ് ചെയ്ത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ പഠിച്ചത് ഒരു പ്രൈവറ്റ് സ്കൂളിലാണ്. അപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ ഇങ്ങനെ ഒരു എക്സിബിഷനോ സ്കൂളിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. മേ ബി ഇപ്പോൾ ഉണ്ടോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. എല്ലാ കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടും ഇല്ല കേട്ടോ. ഇത് കണ്ടോ, നിങ്ങൾ കണ്ടാൽ വിശ്വസിക്കുമോ, ഇതൊരു 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വരച്ചതാണ് ആ ഒരു
ലേഡിയുടെ പെയിൻറ്റിങ് കണ്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അത് കണ്ടപ്പോഴത്തേക്ക്. കാരണം എത്രയാ കുഞ്ഞുങ്ങൾ ഇത് കണ്ടോ, ആ ഹലോ കിറ്റിനെ വെച്ചിരിക്കുന്നത് നമ്മൾ വിചാരിക്കും തെർമോക്കോളാണെന്നേ, പക്ഷേ അത് ക്ലേ കൊണ്ട് ചെയ്തിരിക്കുന്നതാണ്. പ്യുവർ വൈറ്റും ക്ലേ മേടിച്ച് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ പെയിൻ്റ് അടിച്ചിരിക്കുന്നു. അതേപോലെ ഗ്ലാസ് കൊണ്ട്, വുഡ് കൊണ്ട്, ഒറിജിനലായിട്ടുള്ള ലീവ്സ് കൊണ്ട്, സ്റ്റെമ്മ് കൊണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പോഴത്തേക്ക് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണല്ലേ. അപ്പോൾ കൂടുതലും കാർഡ്ബോർഡ്, തുണി, അങ്ങനത്തെ സാധനങ്ങൾ, അതായത് നമുക്ക് ഭൂമിക്ക് മോശമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. പിന്നെ ഇവിടെ ആകുമ്പോൾ ആൻഡമാനിലല്ലേ കൂടുതൽ ചിരട്ട, മുള മുതലായ സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ടേ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കഴിവ് എത്രത്തോളം ഉണ്ട് എന്നറിഞ്ഞിട്ടാണല്ലോ ടീച്ചേഴ്സ് സെലക്ട് ചെയ്യുന്നത് ആൾക്കാരെ. അതായത് ഇത് നമുക്ക് സ്വന്തമായിട്ട് പേര് കൊടുക്കാം, അതല്ലെങ്കിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ടീച്ചേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ. ശമ്പൂട്ടനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരായിട്ട് സെലക്ട് ചെയ്തതാണ്. എനിക്ക് ഇങ്ങനൊരു ഐഡിയ നമുക്ക് പോയില്ലല്ലോ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, നമുക്കറിയില്ല എന്ത് ചെയ്യണം എന്ന്. അപ്പോൾ അവരായിട്ട് പറഞ്ഞ രീതിയിലാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇതിന് മുമ്പ് ഒരു കുഞ്ഞു കിളീൻ്റെ ഫോട്ടോ കണ്ടോ, അത് ഞാൻ വരച്ചതാണ്. പിള്ളേർ നമുക്ക് ടാസ്ക് തരുന്നതാണ്, ആൻറ്റി ഒരു നമ്പർ സെലക്ട് ചെയ്യൂ, എന്നിട്ട് അതിനെക്കൊണ്ട് ഒരു ചിത്രം വരയ്ക്കുന്നു. ഞാൻ 2 സെലക്ട് ചെയ്തത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്പർ സെലക്ട് ചെയ്യാൻ പറയും, സെലക്ട് ചെയ്തതിന് ശേഷമാണ് അതിനെക്കൊണ്ട് ചിത്രമാണ് വരയ്ക്കേണ്ടത് നമ്മളോട് പറയുക. അപ്പോൾ 2 സെലക്ട് ചെയ്തപ്പം ചിത്രം കിട്ടി. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ശമ്പൂട്ടൻ അവിടെ നിൽക്കുന്നു, അവൻ്റെ പ്രസൻറ്റേഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട്. അപ്പം നമ്മുടെ അടുത്ത് ഓരോരുത്തർ കാണാൻ വരുമ്പം നമ്മളിങ്ങനെ പറയണം. പെട്ടെന്ന് അടുത്ത അവൻ്റെ ഊഴമാണല്ലോ പറയേണ്ടത്. അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ കണ്ടുപിടിച്ച് വലിയ വികാരമൊന്നുമില്ല, ഹായ് എന്ന് പറഞ്ഞിട്ടൊരു പോക്ക്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ കാര്യങ്ങളൊക്കെ എത്തിയപ്പോൾ അവൻ കാര്യമായിട്ടെല്ലാം പറഞ്ഞു കേട്ടോ, നന്നായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്തു. പിന്നെ ഞാൻ വീഡിയോയും കൊണ്ട് ഒന്നും കൂടെ ചെന്നപ്പോഴാണ് ആൾക്കൊരു അമ്മ പോകുമ്പോൾ എന്നെ കൂട്ടിയിട്ടേ പോകാവേ എന്നൊക്കെ പറഞ്ഞു വന്നാലും ടീച്ചർ പറഞ്ഞു അവൻ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തു എന്ന് കേട്ടോ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത്രയും സമയം, അതായത് 7 മണി തൊട്ട് 10:45 വരെയാണ് അവിടെ നിൽക്കേണ്ടത്. അവനപ്പോൾ എന്നെ വിളിക്കും, അമ്മ നോക്ക് ഞാനിവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരി, അപ്പം ഞാൻ ബാക്കി എല്ലാ കുട്ടികളുടെയും കാണണമല്ലോ. പിന്നെ എനിക്ക് തോന്നി ശരി എന്നാൽ ശമ്പും കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം, കാരണം അവനും കൂടെ ഒരു ഐഡിയ വേണമല്ലോ കുട്ടികൾ നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം കുഞ്ഞുങ്ങൾ നന്നായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്ത് തരുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. എന്ത് ടോപ്പിക്കാണ് അവിടെ ഇല്ലാത്ത എല്ലാ ടോപ്പിക്കും ഉണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ മക്കൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ, അതായത് സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അഥവാ ഒരു എക്സിബിഷൻ ഇല്ലെങ്കിൽ പോലും ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയി കാണിച്ചാൽ അവരുടെ ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് കൂടും എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വിചാരിക്കും ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് ഈ എർത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനത്തെ ഒരു ഐഡിയ നമുക്ക് തോന്നും. നമ്മളായിട്ടൊരു ഇങ്ങനെ ഈ ഒരു റോ മെറ്റീരിയൽ തന്നിട്ട് ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഇഷ്ടമുള്ളൊരു റോ മെറ്റീരിയൽ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തന്നിട്ട് സയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരെണ്ണം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കണ്ടോ. ഒറിജിനൽ നമ്മുടെ പൂമ്പാറ്റയുടെ ഇതിനെ പ്യൂപ്പനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഒറിജിനൽ. അപ്പം അതിൻ്റെ ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിളാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ശമ്പൂട്ടൻ്റെ അതേ മോഡൽ വേറൊരാൾ പിടിച്ചിരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 10:45 കഴിഞ്ഞു. 10:45 വരെയായിരുന്നു അവൻ്റെ സ്ലോട്ട്. അത് കഴിയുമ്പം അതേ മോഡൽ വേറൊരാൾക്ക് കൊടുത്തിരിക്കുകയാണ് അതേ സെക്ഷനിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അപ്പോൾ എല്ലാ കുട്ടികളും മോഡൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് അപ്പം തന്നെ മനസ്സിലായി. കാരണം ആദ്യത്തെ സെക്ഷനിൽ ഉണ്ടാക്കിയ കുട്ടികൾ ചെയ്തത് ഒറിജിനൽ അവരവരുടെ സാധനങ്ങൾ. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിൽ വരുന്നവർ അവരുടെ റെപ്രസെൻ്റ് ചെയ്ത്, അതായത് മോഡൽ ഉണ്ടാക്കാത്ത കുട്ടികൾ അവരെ റെപ്രസെൻ്റ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നു അങ്ങനെ. അപ്പോൾ ശമ്പൂട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ്റെ സ്കൂളിലെ കുട്ടികളല്ലേ, അവൻ അറിയാമല്ലോ. അവൻ എല്ലാവരോടും ചോദിക്കുന്നു, അവൻ അറിയേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, സംസാരിക്കുന്നു. ഭയങ്കര സന്തോഷം. എല്ലാവരെയും കാണുന്നു, എല്ലാവരുടെയും മോഡലിൽ കാണുന്നു. ഇതവൻ്റെ ക്ലാസ്മേറ്റ് ആണ് കേട്ടോ. അവൾ ബലൂണും കൊണ്ടൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കാണാൻ പോയപ്പോഴത്തേക്ക് അവൾ വിശന്നപ്പോൾ കൊണ്ടുവന്ന വേഫറൊക്കെ കൊണ്ടുവന്ന് ശമ്പൂട്ടനെ ഷെയർ ചെയ്യുന്നുണ്ട്. ലങ്സാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ലങ്സിൻ്റെ പമ്പിങ് എന്നുള്ള രീതിയിലാണ് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ് ലങ്സിൻ്റെ പമ്പിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പമ്പിങ്ങിനെ കുറിച്ചും ലങ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ അത്രയും കുട്ടികൾ അതുമായിട്ട് ഡീപ്പായിട്ട് പാരൻസ് ട്രെയിൻ ചെയ്തിട്ടും ടീച്ചേഴ്സ് ട്രെയിൻ ചെയ്തിട്ടും അല്ലേ. ഇതും ശമ്പൂട്ടൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ്. വോൾക്കാനയാണ് ടോപ്പിക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം മനസ്സിലാവില്ലേ നമ്മൾ കുഞ്ഞുങ്ങളുടെ അത് അവളുടെ ടോപ്പിക്കല്ല, അവളുടേതൊരു ഹൗസാണ്. അതായത് വുഡൻ സ്റ്റിക്ക് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഹൗസാണ് കേട്ടോ. അപ്പോൾ വോൾക്കാനോ വേറെ ആരുടെയാണ് അവളെടുത്ത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ശിവന്യ ഉണ്ടാക്കിയിരിക്കുന്നത് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ആണ്. അപ്പം ആ ഒരു ട്രീ ആണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. അവനിങ്ങനെ കാണിച്ചു തരും, അമ്മ ശിവന്യയുടെ പേര് കണ്ടോ, അവൾ ഉണ്ടാക്കിയതാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശമ്പൂട്ട് ഇതാണ് ശിവന്യയുടേത് കേട്ടോ. അപ്പോൾ അവളുടെ പാർട്ട് ഓഫ് ദി പ്ലാന്റ് എന്ന് പറയുമ്പോൾ സ്റ്റെമ്മ്, റൂട്ട് അതൊക്കെ ഒന്ന് ചെയ്തു വെക്കുക, അത്രയേ ഉള്ളൂ.
ആരും സിമ്പിളായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും ഏറ്റവും ബെസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കുട്ടികളുടെ ഐഡിയ ആണ്. അതായത് നമ്മുടെ വിൻഡ് എനർജിയുടെ ഭാഗമായിട്ട് ഇത് കുറച്ച് വലിയ കുഞ്ഞുങ്ങളാണ്, ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് 8ാം ക്ലാസ് ആ ഒരു റേഞ്ചിൽ വരുന്ന മക്കളാണ്. എന്നാലും അവരിപ്പോൾ 3 പേരൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ എന്തായാലും 3 പേർ ഒരുമിച്ചിരുന്ന് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലാതെ ഒരാളുടെ മാത്രം പേരൻ്റ് ചെയ്യുന്നതല്ലല്ലോ. ഇത് അതേപോലെ നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒന്ന്, പിന്നെ വാക്യൂം ക്ലീനർ കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് കാണുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഇതൊക്കെ ഈ ആൻഡമാൻ എന്നുള്ള പരിമിതമായ സ്ഥലത്ത് അവൈലബിലിറ്റി എല്ലാ സാധനത്തിനും വളരെ കുറവുള്ളൊരു സ്ഥലത്ത് നിന്ന് മക്കൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. സോളാർ സിസ്റ്റം തന്നെ പലതരത്തിലുണ്ടായിരുന്നു, പിന്നെ ഡ്രിപ്പ് ഇറിഗേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണമല്ലോ. ഇത് കാണുമ്പോഴാണ് അവർ ചോദിക്കുക എന്താമ്മ ഇതെന്ന്. ഇത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഇരുട്ടാകുന്ന സമയത്ത് സ്ട്രീറ്റ് ലൈറ്റ് കത്തുകയും വെളിച്ചമുള്ളപ്പോൾ അത് കത്താതിരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതാ നമ്മുടെ ലൈറ്റ് ഹൗസ് കുറേ ഉണ്ടായിരുന്നു. അതേപോലെ പല ഡിപ്പാർട്ട്മെൻറ്റ് വൈസിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഓരോരുത്തരും വരുമ്പോൾ മക്കളെല്ലാം അവരുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതാണ് മറ്റൊരു കാര്യം. ഇത് കണ്ടപ്പോൾ ശമ്പൂട്ടൻ അങ്ങോട്ട് പോയി ചേച്ചിമാരോട് ചോദിക്കുന്നുണ്ട് എന്താണ് ദീദി ഇതെന്നൊക്കെ. അപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഫ്ലഡ് അലാറം നമുക്ക് അവൻ ആ റോബോട്ടിനെ കണ്ടിട്ടാണ് പോയതെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അവൻ റോബോട്ടിനെ നോക്കുന്നേ ഇല്ല, ചേച്ചിമാരെ നോക്കി അവർ പറയുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്, കുഞ്ഞു ഇതാണ് കാര്യം. അവർ ഭയങ്കര പൊളൈറ്റായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. മോനെ ഇതാണ് കാര്യം, ഇങ്ങനെ നമ്മൾ വെള്ളം വരുമ്പോൾ ഓവറായിട്ട് വെള്ളം വരുമ്പോൾ ഇതിങ്ങനെ അലാറം വെക്കും, അപ്പോൾ നമുക്ക് പോലീസും അപ്പോൾ ഇവന് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. വെള്ളം ഇങ്ങനെ പൊന്തി വരുമ്പോഴത്തേക്ക് അലാറം വരുമ്പോൾ പോലീസ് മാമൻ വന്നിട്ട് വെള്ളത്തിൻ്റെ ഫ്ലോ കുറച്ചിട്ട് നമ്മളെല്ലാവരെയും സേവ് ചെയ്യുന്നുള്ള രീതിയിലൊക്കെ കുട്ടികളെ, അത് ശരിക്കും പറഞ്ഞാൽ 8ൽ പഠിക്കുന്ന കുട്ടികളാണ്, 1ൽ പഠിക്കുന്ന ഇവനോട് നോർമലി പഠിച്ച പോലെ പറഞ്ഞാൽ മതി. പക്ഷേ കുഞ്ഞുങ്ങളുടെ രീതിയിൽ തന്നെ അവർ മനസ്സിലാക്കിപ്പിക്കുന്നു. അങ്ങനെ പിന്നെ മൈക്രോസ്കോപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ, അതിനകത്തോടെ ലീഫിനെ നോക്കിയപ്പോൾ അവൻ എന്താണ് ഫീൽ ചെയ്ത് എന്നോട് പറയുകയാണ്. അതേപോലെ അവിടുത്തെ ഹാർട്ട് പമ്പ് ചെയ്യുന്ന കണ്ടോ, അത് ശരിക്കും ഒരു അവിടുന്ന് പുറകിൽ നിന്ന് പമ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. അതപ്പോൾ അവനെ കൊണ്ട് തന്നെ പമ്പ് ചെയ്തിപ്പിച്ചപ്പം അവന് ഭയങ്കര ഇഷ്ടമായി. അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിലാണ് അവൻ ഇങ്ങനെ കുറച്ച് അമ്മ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ കുറച്ച് ബ്രില്യൻ്റ് ആണ്. ഞാൻ നേരത്തെ ഷോർട്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു ഐക്യമൊന്നും അല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ. കുറച്ച് അടിപൊളി കുട്ടികളാണ് എല്ലാവരും കേട്ടോ. ഇപ്പം ഇന്ന് നഴ്സറി പോവാത്ത കുട്ടികളില്ല, എന്നാലും അവർക്ക് ഫോണിനോടുള്ള ഒരു ഇത് കാരണം പല ടോപ്പിക്സ് അവരുടെ ഒരു അതായത് എന്താണ് നമ്മുടെ ഐഡിയാസിൻ്റെ നമ്മുടെ നോളജിൻ്റെ ഒരു ഓവർലോഡ് കുട്ടികൾക്ക് ഇപ്പോൾ നടക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ടാറ്റു സെൻറ്ററിലെത്തി. ഇത് ടാറ്റു ഒന്നും അല്ല കേട്ടോ, എന്നാലും കുട്ടികൾക്ക് അവരവരുടെ ഐഡിയാപരമായിട്ട് ഡ്രോയിങ് ഒക്കെ നന്നായിട്ട് അറിയാവുന്ന കുട്ടികൾ അങ്ങനെ കുറച്ച് ടോപ്പിക്കൊക്കെ വെച്ചിട്ട് അവർക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ മോഡൽസ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, നമുക്ക് പോയിട്ട് ടാറ്റു ചെയ്യാം. അപ്പോൾ ശമ്പൂട്ടനെ ടാറ്റു ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ഇതൊന്നും വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളല്ലല്ലോ. അപ്പോൾ ശമ്പൂട്ടൻ്റെ വിചാരം ഇത് മേളയിൽ പോയ പോലെ നമുക്ക് പോയി മേടിക്കാമെന്ന്. അപ്പോൾ അവന് ഹാർട്ടൊക്കെ കൊണ്ടുവരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വീട്ടിലെ, അത് നടന്നില്ലല്ലോ. അപ്പോൾ അവനെ ഞാൻ പറഞ്ഞത് ഇത് മാത്രമുണ്ട്, ഇവിടെ ടാറ്റു ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊരു ബട്ടർഫ്ലൈ വേണം, പക്ഷേ അമ്മയുടെ കയ്യിൽ ഹാർട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ഹാർട്ടും ബട്ടർഫ്ലൈയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ശമ്പൂട്ടൻ്റെ കൂട്ടുകാരി വന്നു. കൂട്ടുകാരിക്ക് അപ്പം തന്നെ റോസാപ്പൂ വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്കും ചെയ്തു കൊടുത്തു. അതിനുശേഷം പെൺകുട്ടികളല്ലേ, അവിടെ പിന്നെ നെയിൽ ആർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതെല്ലാം അക്രിലിക് പെയിൻറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഒറ്റ മാഷിനേ ഉള്ളൂ, വീട്ടിലെത്തുന്നതിന് മുമ്പേ ഇതൊക്കെ പോകും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ശിവന്യ എന്ന് പറഞ്ഞ കക്ഷി, എവിടെ പോയി എന്ന് ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ കണ്ടോ ഭയങ്കര അടിപൊളിയായിട്ട് നെയിൽ ആർട്ടൊക്കെ ചെയ്തിട്ട് അതേപോലെ ടാറ്റു ഒക്കെ ചെയ്ത് കുറേ കുട്ടികളെ അങ്ങനെ എൻഗേജ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് അവിടെ. പിന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത കുട്ടികളും വന്നിട്ടുണ്ട് ഇതൊക്കെ കാണാനായിട്ട്. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുട്ടികൾക്കും അവസരമുണ്ട്. ആദ്യത്തെ സ്ലോട്ടുകാർക്ക് രണ്ടാമത്തെ സ്ലോട്ടിൽ അവർ ചെയ്യുമ്പം ഇത് കാണാം, അല്ലെങ്കിൽ വൈസ് വേഴ്സ അങ്ങോട്ടും ഇങ്ങോട്ടും. ആദ്യത്തെ പോർഷൻ അവരിയ്ക്കുമ്പോൾ സെക്കൻഡ് പോർഷൻകാർക്ക് ഇതൊക്കെ വന്ന് കാണാം. അങ്ങനെ ഞാനും ശമ്പൂട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയും എല്ലാവരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി. അത് നമ്മുടെ സോണിയാണ്. നമ്മുടേതാണ് കേക്കൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. അത്യാവശ്യം സെയിലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നു. ആകെ എനിക്കുള്ളത് 2 രോമാണ്, അതൊന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നു. അതിനകത്ത് ഒരെണ്ണം അവർ പറിച്ച് കളയുകയും ചെയ്തുള്ള അവസ്ഥയിലായിരുന്നു. കാരണം ഭയങ്കര ശോചനീയമാണ് എൻ്റെ ഒരു പുരികത്തിൻ്റെ അവസ്ഥ. അപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് ഹെയറും ട്രിം ചെയ്യണം, അതേപോലെ ത്രെഡും ചെയ്യണം. ഈ 2 കാര്യങ്ങളെ എനിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നി അവിടെ വെച്ച്. അങ്ങനെ അത് ചെയ്തു. അവരപ്പം എന്നിട്ട് പറയുകയാണ് വന്നിട്ട് ഫേഷ്യൽ ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള പാർലറാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എത്ര നാളായി ഇവിടെയെന്ന്. ഞാൻ വിചാരിച്ചു പുതിയതാണെന്ന്, കാരണം കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇവരല്ലായിരുന്നു. അപ്പോൾ അവർ പറയുന്നു ഞങ്ങളിവിടെ 1 വർഷമായിരുന്നു. അപ്പോൾ 1 വർഷം മുമ്പാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അതിൻ്റെ ഒരു കാര്യം.
അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രിമ്മേ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കുറേ ഡാമേജ്ഡ് ഹെയർ ഉണ്ട് മുകളിലോട്ട്, ഭയങ്കര നന്നായിട്ട് ഷോർട്ട് ആക്കിയാലേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇപ്പോൾ ഏതായാലും ഷോർട്ട് ആക്കുന്നില്ല, ഇങ്ങനെ തന്നെ നിൽക്കട്ടെ, ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതായത് സ്പ്ലിറ്റൻസ് ഒരുപാടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ട്രിം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്പ്ലിറ്റൻസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തു. ശമ്പുട്ടൻ പറഞ്ഞു അമ്മ ഇനി മുടി ഒന്നും കട്ട് ചെയ്യണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളിതാ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോരുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് മുട്ടയുടെ ട്രേ ഒക്കെ എടുത്തിട്ടല്ലേ വന്നേ. അപ്പോൾ മുട്ടയൊക്കെ മേടിക്കാമെന്ന് കരുതിയപ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് അവർ ലഞ്ച് കഴിക്കാൻ പോയിരിക്കുകയാണ്. അതുകൊണ്ട് കടയെല്ലാം ക്ലോസ്ഡ് ആണ്. എന്നാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇല്ല ലഞ്ചൊക്കെ കഴിഞ്ഞു, അപ്പോൾ ഇനി ഫുഡും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ശമ്പുട്ടൻ എന്നോട് പറയണം അമ്മ എനിക്ക് ഇന്നൊരു ഹെൽപ്പ് ചെയ്യുമോ, ഞാൻ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഇന്ന് ലഞ്ച് തരരുത് ചെയ്യുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അടിപൊളി കൊള്ളാം. അപ്പോൾ പിന്നെ തിരക്ക് വെച്ച് പോയിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ ഇവിടെ ബേസിലൊക്കെ ഭയങ്കരമായിട്ട് പണി നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ചവിട്ടിയേ പോകാൻ പറ്റൂ. ഒന്നാമതേ ഇന്നൊരു സാറ്റർഡേ ആണ്, കുഞ്ഞുങ്ങളെല്ലാം റോഡിൽ കളിക്കുന്ന സമയമാണ്, അതേപോലെ പണിയും നടക്കുന്നുണ്ട്. അതുകൊണ്ട് റോഡിലെല്ലാം വണ്ടിയും വെച്ചിരിക്കുകയാണ്. പിന്നെ ചവിട്ടി അങ്ങനെ വീട്ടിലെത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ശമ്പൂട്ടിനൊരു പണി കൊടുത്തു. അവൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് TV കാണാമായിരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ദയ്യാനാറെല്ലാം TV കണ്ടുകൊണ്ടിരുന്ന് പൊളിക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പണിയാണ് ഇത്. കഴിക്കാനും ഇഷ്ടമല്ല, വലിയ താല്പര്യമില്ല, നിവൃത്തിയതുകൊണ്ട് കഴിക്കുന്നതാണ് HB ഒക്കെ നന്നാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ ആ പണി അങ്ങ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഒരു പാസ്ത ഉണ്ടാക്കാമെന്ന്. പെട്ടെന്ന് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാസ്തയായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി ശമ്പൂട്ടൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഇനി മേലെ ചെയ്തേക്കുന്നത്, എനിക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ സൂപ്പി പാസ്തയൊക്കെ കഴിഞ്ഞിട്ട് ശമ്പൂട്ടൻ TV കണ്ടിരിക്കട്ടെ, ഞാൻ ഓടിപ്പോയി ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇപ്പം തന്നെ ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ടൊന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ. ടാറ്റാ.